ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഈ മോർച്ചറിൽ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത്? നമ്മൾ ദൃശ്യം സിനിമയിലെ കാണുന്ന പോലെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണോ മോർച്ചറി എന്ന് പറയുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ മോർച്ചറിയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടർമാരും ജീവനക്കാരും തന്നെയാണ്. അതിനുള്ളിലേക്ക് മറ്റുള്ളവർക്കുള്ള പ്രവേശനം നിഷേധിക്കുന്നതും മോർച്ചറിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. അപ്പൊ സ്റ്റാഫിലുള്ള വിശ്വാസമാണ് ഇപ്പൊ എന്നെ ഈ നിമിഷം പോലും നിങ്ങളുടെ മുന്നിൽ ഇത്ര സമയം ഇരുത്താൻ പ്രേരിപ്പിച്ചതും എന്റെ സ്റ്റാഫിലുള്ള എനിക്ക് വിശ്വാസമാണ്. പതിറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സാണ്. അതിനുള്ളിൽ ഒരു വിള്ളൽ വീഴാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, മെഡിക്കൽ കോളേജുകളിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ദൃശ്യം സിനിമയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിന്റെ മോർച്ചറികളിൽ ഇല്ല. ഒരു CCTV ക്യാമറയുടെ ഒരു കവറേജ്, ഒരു പോലീസിന്റെ സാന്നിധ്യം, ഓരോ ബോഡികളും കൊണ്ടുവരുമ്പോൾ ഒരു പോലീസ് ഓഫീസറെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ആ പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്തമായിരിക്കണം അത്. അപ്പൊ ആ ബോഡി സൂക്ഷിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമായിരിക്കണം. ഒരു എക്സ്ഹ്യൂമേഷൻ ദൃശ്യത്തിൽ കണ്ട പോലെ എക്സ്ഹ്യൂം ചെയ്തിട്ടുള്ള ഒരു ബോൺ സെറ്റ് കൊണ്ടുവരുമ്പോൾ അത് സാധാരണഗതിയിൽ ഇന്ന് ദൃശ്യം സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. അതായത് ജിത്തു എന്നോടുമായി സംസാരിച്ചിട്ട് തന്നെയാണ് അത്തരം ഒരു സ്ക്രിപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയത്. ഇത്തരം ബോണുകൾ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഡോക്ടർ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും. അറ്റൻഡർ എടുത്ത് പറയും നിങ്ങളെ ബോഡി അല്ലെങ്കിൽ ബോൺ മോർച്ചറിയിൽ വെച്ചോളൂ, നാളെ വന്ന് പോലീസിനോട് പറഞ്ഞ് നിങ്ങൾ പൊക്കോളൂ, നാളെ വന്ന് പരിശോധിച്ചിട്ട് റിസൾട്ട് തരാന്ന് പറയും. അപ്പൊ ആരും ഇത് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നും ദൃശ്യം സിനിമ കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അത് അവിടേക്ക് മാറ്റാൻ പോകാൻ പറ്റുന്നു പോലും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ സ്റ്റാഫിലുള്ള വിശ്വാസം, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാഫിലുള്ള വിശ്വാസം തന്നെയാണ് പ്രാധാന്യം. അവിടെ ഒരു ഈച്ച കടക്കാൻ നമ്മളെ സ്റ്റാഫ് അനുവദിക്കില്ല. അതുകൊണ്ട് തിയറിറ്റിക്കലി ദൃശ്യ സിനിമ പറഞ്ഞ പോലെ പോസിബിൾ ആണെങ്കിലും പ്രാക്ടിക്കലി ആ സ്റ്റാഫിന് മദ്യവും മറ്റും കൊടുത്ത് മയക്കി അയാളെ വശത്താക്കി ഒരാൾക്ക് അതിൽ കയറ്റി വയ്ക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം ആ സ്റ്റാഫിനെ നമ്മൾ ഓരോ ദിവസവും മോണിറ്റർ ചെയ്യാണ്. അപ്പൊ ആ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് അഡിക്ഷനോ മറ്റു ആൾക്കാരുടെ അതായത് അമിതമായ ബന്ധങ്ങളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അയാളെ സംശയത്തോടെ വീക്ഷിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. പക്ഷെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, തർക്കമില്ല. അത് ദൃശ്യ സിനിമ കാണിച്ചതൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. അത് പ്രകാരം വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. CCTV ക്യാമറകളും ഒപ്പം പോലീസിന്റെ സാന്നിധ്യവും. ഇപ്പൊ ഡേ ടൈമിൽ മാത്രം പോലീസിന്റെ ഒരു ലൈസന്റെ സാന്നിധ്യം എനിക്ക് മോർച്ചറിയിലുള്ളൂ. രാത്രി സമയങ്ങളിലും എല്ലാം വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തന്നെയാണ്. ദൃശ്യം 2മായി ബന്ധപ്പെട്ടിട്ട് സംവിധായകൻ ഡോക്ടർ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദൃശ്യം 3യുടെ ക്ലൈമാക്സ് സാറിന്റെ കയ്യിലുണ്ടോ? ജിത്തു എന്റെ നല്ല സുഹൃത്താണ്. ജിത്തുവിന്റെ ആദ്യത്തെ പടം മുതൽ 2004 ഡിറ്റക്റ്റീവ് മുതൽ ജിത്തുവിന് സ്ക്രിപ്റ്റിൽ വരുന്ന സംശയങ്ങൾ, പ്രത്യേകിച്ചും ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെടുന്ന സംശയങ്ങൾ അതാത് സമയത്ത് തന്നെ വിളിച്ച് സംശയം ദൂരീകരിക്കാറുണ്ട്. ഹീസ് എ ബ്രില്യന്റ് ഡയറക്ടർ. വളരെയധികം റിസർച്ച് ചെയ്ത് ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങളും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് സയന്റിഫിക് ഗ്രൗണ്ട് വേണ്ടി വരും. അപ്പൊ എല്ലാ കേസുകളും ജിത്തുവിന്റെ ഓരോ സിനിമകൾ എടുത്തോളൂ, അതിലെല്ലാം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ കുറച്ച് സിനിമാറ്റിക് ആകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. സിനിമയായിട്ട് തന്നെ കാണണം, അത് വേറൊരു കാര്യം. പക്ഷെ സിനിമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില ചേഞ്ചസുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ജിത്തു ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചതെന്ന് എനിക്ക് വ്യക്തം. അതൊരു സിനിമ രഹസ്യം കൂടിയാണല്ലോ. അതുകൊണ്ട് അത് മുഴുവനും വെളിപ്പെടുത്താൻ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വലിയൊരു പ്രൊജക്റ്റാണ്. അത് നന്നായിട്ട് പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.